ഹായ് ഓൾ. എന്തും നേടിത്തരാനുള്ള നമ്മുടെ ആത്മാവിൻ്റെ ശക്തിയെക്കുറിച്ചാണ് ഞാനിന്നിവിടെ പറയുന്നത്. നമ്മുടെ ആത്മാവിൻ്റെ ശക്തിയെക്കുറിച്ച് അറിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ അത് യൂസ്ഫുൾ ആക്കുക തന്നെ ചെയ്യും. നമ്മൾ തന്നെയാണ് നമ്മുടെ സൃഷ്ടാവ്, ജീവാത്മാവ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും ആത്മാവ് നമുക്ക് നേടിത്തന്നിരിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. ഉഗ്രശക്തിയുള്ള ആത്മാവാണ് നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നത്. നമ്മുടെ ജീവാത്മാവിൻ്റെ ഉള്ളിലേക്ക് എന്ത് നൽകുന്നുവോ അത് ആത്മാവ് നമുക്ക് നേടിത്തന്നിരിക്കും. നമ്മൾ മനുഷ്യരായി ജനിച്ചിരിക്കുന്നത് നമ്മളുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. നമ്മൾ പലപ്പോഴും ഭൗതികമായിട്ടുള്ള പല പ്രശ്നങ്ങളിലും പൂണ്ടുകിടക്കുകയാണ്. അതിനാൽ നമുക്ക് ഈ ശക്തിയുടെ കഴിവിനെ പുറത്തെടുക്കാനേ കഴിയുന്നില്ല. വലിയ വലിയ മഹാത്മാക്കളൊക്കെ ഇത് തിരിച്ചറിഞ്ഞവരാണ്. അവർ ഈ പ്രപഞ്ചശക്തിയുടെ രഹസ്യം അറിഞ്ഞവരാണ്, അത് ഉപയോഗിച്ചവരാണ്. സാധാരണക്കാരായ നമുക്ക് ഈ രഹസ്യത്തെക്കുറിച്ച് അറിഞ്ഞത് കഥകളിലൂടെയും വലിയ വലിയ മഹാന്മാരുടെ ചരിത്രങ്ങളിലൂടെയുമാണ്. ഈ പ്രപഞ്ച രഹസ്യം അറിഞ്ഞവർ ഭാഗ്യവാന്മാർ തന്നെയാണ്. നമ്മൾ കുഞ്ഞുനാളിൽ വായിച്ചിട്ടുള്ളൊരു കഥയില്ലേ, അലാവുദ്ദീനും അത്ഭുത വിളക്കും. അതുപോലെയാണ് നമ്മുടെ ആത്മാവ്. ആ അത്ഭുത വിളക്കിൽ നിന്ന് പുറത്തു വരുന്ന ഭൂതമാണ് നമ്മുടെ ഉപബോധ മനസ്സ്. ആ ഉപബോധ മനസ്സിന് അറിയില്ല, ആ ആത്മാവിന്, ആ ഭൂതത്തിന് അറിയില്ല നമ്മൾ എന്താണ് നമ്മൾ ചോദിക്കുന്നത് വേണ്ടതാണോ വേണ്ടാത്തതാണോ എന്ന് ആ ആത്മാവിന് അറിയുകയില്ല. അത് നമ്മുടെ ഏതാവശ്യം നിറവേറ്റാനായി കാത്തു നിൽക്കുക. എൻ്റെ യജമാനൻ എന്തു പറയുന്നുവോ അത് നൽകാനായി കാത്തിരിക്കുകയാണ്. ഒരു ദിവസം 5000-ൽ പരം വാക്കുകളാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾ സയൻറ്റിഫിക്കായി ചിന്തിക്കുമ്പോൾ ഇതൊരു അത്ഭുതമാണ്. അതായത് നമ്മൾ ചിന്തിക്കുന്നതും പറയുന്നതും കേൾക്കുന്നതും കാണുന്നതും ഒക്കെ നമ്മുടെ ഈ പാവമാത്മാവ് കരുതുന്നത് ഇത് എൻ്റെ യജമാനന് വേണ്ടതാണെന്നാണ്. നമ്മുടെ ഉള്ളിൽ ആവശ്യമില്ലാത്ത ചിന്തകളാണോ, ആരെയെങ്കിലും പറ്റി വേണ്ടാത്ത ചിന്തകളാണോ എന്ന് ആത്മാവിന് അറിയില്ല. ആത്മാവിന് എൻ്റെ യജമാനൻ്റെ ആജ്ഞ അനുസരിക്കുക മാത്രമാണ് ജോലി. ആദ്യം നമുക്ക് വേണ്ടത് അതിനാൽ നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും കറക്റ്റായിട്ട് എഴുതി വെക്കണം. ആദ്യം നമ്മൾ എഴുതി വെക്കണം, എന്താണ് നമുക്ക് വേണ്ടതെന്ന് കറക്റ്റായിട്ട് എഴുതി വെക്കണം. അത് നമ്മുടെ ആത്മാവിന് കൺഫ്യൂഷൻ വരാനേ പാടില്ല. ഇടയ്ക്കിടെ നമ്മളത് വായിക്കുകയും മനസ്സിലത് നടന്നതായി വിചാരിക്കുകയും ചെയ്യണം. നമ്മൾ ശരിക്കും ഒരു ഡിസൈൻ എൻജിനീയറാണ്. അത് എഴുതി വെക്കണം, ഇടയ്ക്കിടെ വായിക്കണം, അത് വിശ്വസിക്കണം. ഉറപ്പായും നമ്മൾ വിശ്വസിക്കണം. എന്നെക്കൊണ്ടത് നടക്കുമെന്ന ചിന്ത തന്നെ നമുക്ക് വേണം. പിന്നീട് അത് സ്വീകരിക്കാനുള്ള മനസ്സോടെ തയ്യാറായിരിക്കുകയും വേണം. ഉദാഹരണത്തിന്, നമ്മൾ ഹോട്ടലിൽ ഒരു ഫുഡ് ഓർഡർ ചെയ്താൽ അത് നമ്മൾ അരമണിക്കൂറിൽ അത് നമുക്ക് ലഭിക്കുമെന്ന വിശ്വാസത്തിൽ നമ്മളവിടെ വെയിറ്റ് ചെയ്യും. പിന്നെ എന്തുകൊണ്ട് നമ്മൾ നമ്മുടെ സ്വപ്നങ്ങളെ കറക്റ്റായിട്ട് എഴുതി വയ്ക്കുന്നില്ല, അത് നമുക്ക് നടക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് നമ്മുടെ സ്വപ്നങ്ങളെ വേണ്ടെന്ന് വെക്കേണ്ട ഒരു കാര്യവുമില്ല. ഈ ആത്മാവിൻ്റെ അത്ഭുത ശക്തിയെക്കുറിച്ച് അറിഞ്ഞവർ അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനേ ശ്രമിക്കണം. നമ്മുടെ ആത്മാവിന് അറിയില്ല എന്താണ് ശരിയെന്നത്, എന്താണ് തെറ്റെന്നത്. അത് നമ്മൾ എന്തു കൊടുക്കുന്നോ അത് നേടിത്തരലാണ് എൻ്റെ ജോലി എന്ന രൂപത്തിലാണ് നിൽക്കുന്നത്. അതിനാൽ നമ്മൾ നല്ല ചിന്തയിലേക്കും നല്ല പ്രവൃത്തികളിലേക്കും, നല്ലത് കേൾക്കാനും നല്ലത് കാണാനും നല്ലത് സംസാരിക്കാനും നമ്മൾ ഇനി മുതൽ തയ്യാറാകണം. ബൈ ബൈ, ടേക്ക് കെയർ.